സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നു. നിയമസഭയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പാവപ്പെട്ട കുടുംബങ്ങളിലെ വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായി LDF സർക്കാർ ആവിഷ്കരിച്ച പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പദ്ധതി മുടങ്ങിയതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും അർഹരായവരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ പരിശോധനകൾക്ക് ശേഷം പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. കാപ്പ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട കൗൺസിലർക്കു വേണ്ടി തിരുവനന്തപുരം നഗരസഭയിൽ അക്രമം അഴിച്ചുവിട്ട BJP. കൗൺസിൽ യോഗത്തിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ BJP കൗൺസിലർമാർ വലിച്ചുകീറി. പ്രതിപക്ഷ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തു. കാപ്പ കേസ് പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലർ R സുഗതനെ സംരക്ഷിക്കാനായിരുന്നു BJPയുടെ ഗുണ്ടായിസം. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് PM ശ്രീ ഫണ്ട് അല്ലെന്ന് സമ്മതിച്ച് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. SSK ഫണ്ടാണ് ലഭിച്ചതെന്ന് നിയമസഭയിൽ മന്ത്രി വ്യക്തമാക്കി. 99 കോടി രൂപ ലഭിച്ചത് SSK ഫണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന് അർഹതപ്പെട്ട 1151 കോടി രൂപ കേന്ദ്രം തടഞ്ഞുവെച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ജലോത്സവ സീസണിന് വർണ്ണാഭമായ തുടക്കം കുറിച്ചുകൊണ്ട് പമ്പയാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ അരോമ ബോട്ട് ക്ലബ് രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കി. 7 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെട്ട 14 കളിവള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരച്ചത്. എന്നാൽ വള്ളംകളി ദിനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കാത്തതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് ഇത്തവണത്തെ മത്സരങ്ങൾ നടന്നത്. വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത നിരാശയുണ്ടെന്ന് കുട്ടനാട് MLA റെജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദമായ 2026 NEET UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ജൂലൈ 11 വരെ നീട്ടി. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതികളുടെ കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ ആവശ്യം സ്പെഷ്യൽ ജഡ്ജി വിജയദാസ് സിംഗ് റാവത്ത് അംഗീകരിക്കുകയായിരുന്നു. കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിച്ചതിനെ തുടർന്ന് കേസിൽ അറസ്റ്റിലായ 13 പ്രതികളിൽ 10 പേരെയും വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. യമുന നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് 32 വർഷമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് ഒടുവിൽ പരിഹാരം. 1994 അപ്പർ യമുന റിവർ ബോർഡ് കരാർ നടപ്പിലാക്കുന്നതിനായി ഹരിയാനയും രാജസ്ഥാനും തിങ്കളാഴ്ച പുതിയ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ചരിത്രപ്രധാനമായ ഈ കരാർ ഒപ്പിടൽ ചടങ്ങ് നടന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വടക്കൻ ജർമ്മനിയിലെ സ്റ്റേഡ് നഗരത്തിലുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പൊതുജനങ്ങൾക്ക് മറ്റ് സുരക്ഷാ ഭീഷണികളൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശത്തേക്ക് വരുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂചലനത്തിൽ അർജന്റീന ഫുട്ബോളർ ലൂക്കാസ് ട്രെജോയുടെ ഭാര്യയും മക്കളും മരിച്ചതായി സ്ഥിരീകരിച്ചു. വെനസ്വേലയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ ഡീപോർട്ടീവോ ലാ ഗ്വായിരയാണ് മരിച്ച വിവരം പുറത്തുവിട്ടത്. ട്രെജോയുടെ ഭാര്യ യാനിന മാരനെല്ല, മക്കളായ ആരോൺ, ഐൻഹോ എന്നിവരാണ് മരിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വിമർശനവുമായി മാർത്തോമാ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. മനുഷ്യജീവനെ നശിപ്പിക്കുന്നതാണ് സർക്കാർ തീരുമാനമെന്നും പണത്തേക്കാൾ വലുതാണ് മനുഷ്യജീവനെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാരെ നേരിട്ട് കാണുന്ന അവസരത്തിൽ നീക്കം പിൻവലിക്കുന്നതിനെ കുറിച്ച് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ നിർത്തിവെക്കാൻ US-ഉം ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായി US ഉദ്യോഗസ്ഥൻ. ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചതായും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാളെ മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലായിരിക്കും Iran US ചർച്ച. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇരുപക്ഷത്തിനും ഇടയിലുള്ള ഭിന്നതകൾ പരിഹരിക്കലാകും ചർച്ചയിലെ പ്രധാന അജണ്ടയെന്നും US ഉദ്യോഗസ്ഥർ പറയുന്നു.
ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.